പലരും ചിന്തിക്കുന്നു അല്ലെങ്കിൽ സംശയിക്കുന്നു ഗ്രീഷ്മയുടെ കാര്യത്തിൽ അത് തന്നെ സംഭവിക്കുമോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? അത്തരത്തിൽ സംഭവിക്കാനാണ് ചാൻസ് കൂടുതൽ. ഗ്രീഷ്മയ്ക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടിയ സ്ഥിതിക്ക് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു 7 വർഷം വരെ കൊടുക്കാമായിരുന്നു. ഒടിയും തട്ടി പോകും എന്ന് പറയാൻ പറ്റില്ല. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് വിധിച്ചിരിക്കുന്നത് തൂക്കുകയറാണ്. ഇതേക്കുറിച്ചുള്ള ഡിബേറ്റുകൾ സമൂഹത്തിൽ സജീവമാണ്. ചിലർ പറയുന്നു ഗ്രീഷ്മയ്ക്ക് അർഹമായ ശിക്ഷയാണ് ലഭിച്ചത്. ചിലർ പറയുന്നു ഗ്രീഷ്മയ്ക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ അവർക്ക് പുനർവിചിന്തനം നടത്താനായിട്ട് ഒരവസരം കൂടി നൽകണമായിരുന്നു എന്നും ചില വാദങ്ങൾ പറയുന്നു. അതേസമയം കോടതി ഈ കേസിനെ വൈകാരികമായിട്ടാണ് സമീപിച്ചത് എന്നും ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട്. വാസ്തവത്തിൽ ഷാരോൺ കേസിൽ കോടതിയിൽ എന്താണ് സംഭവിച്ചത്? അതേക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം അതിഥി അയച്ചിരുന്നു ശ്രീ അഡ്വക്കേറ്റ് രാജീവ്. വെൽക്കം സർ, വെൽക്കം ടു ഇന്റർവ്യൂ. നമസ്കാരം രാജീവ്. താങ്കൾ മറുനാടൻ്റെ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ മറുനാടൻ്റെ പ്രേക്ഷകരിൽ പലർക്കും താങ്കൾ ഒരു പുതുമുഖമാണ്. ആദ്യം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് താങ്കളൊന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ബാലരാമപുരം രാജീവ് കെ വി എന്നാണ്. എൻ്റെ സ്വദേശം ബാലരാമപുരമാണ്. ഞാൻ തിരുവനന്തപുരം സെഷൻസ് കോടതിയിലും നെയ്യാറ്റിങ്കരയിലും കഴിഞ്ഞ 19 വർഷമായിട്ട് അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുകയാണ്. ഓക്കെ, സന്തോഷം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിങ്കര കോടതിയിൽ നിന്നുണ്ടായ ആ വിധി, അതായത് ഷാരോൺ കേസിലെ വിധി താങ്കളും പഠിച്ചിട്ടുണ്ടാകുമല്ലോ. പ്രഥമ ദൃഷ്ട്യാ ആ വിധിയെ താങ്കൾ എങ്ങനെ കാണുന്നു? താങ്കളുടെ ഒരു ഒപ്പീനിയൻ. ഇത് സമൂഹത്തിലെ മറ്റുള്ള കുറ്റവാളികൾക്ക് ഇനി കുറ്റം ആവർത്തിക്കരുത് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയാണ് ഈ കോടതി ഉത്തരവ്. കൃത്യമായൊരു സന്ദേശമാണ്, ഒരു സമൂഹത്തിന് ഒരു സന്ദേശം കൂടിയാണ് നൽകുന്നത്. ഇതിൽ പല വകുപ്പുകൾ ഈ പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ആ കുറ്റങ്ങളിൽ ചുമത്താവുന്ന പരമാവധി ശിക്ഷയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒരു ശിക്ഷയില്ല എന്ന് പറയുന്നു. എങ്ങനെ കാണുന്നു? ഉറപ്പാണ്. കാരണം ഇതിനകത്ത് IPC 364, 328, 302, 203, 201 and 34 ഈ വകുപ്പുകളാണ് ഈ കേസിലെ പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ നൽകാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം പണിഷ്മെൻറ്റാണ് ഈ കോടതി ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ 364 IPC മാക്സിമം കൊടുക്കാവുന്ന ശിക്ഷ ലൈഫോ 10 വർഷമോ പിഴത്തുകയോ ആണ്. അതിൽ 10 വർഷം കഠിനമായ തടവും 10 വർഷവും തന്നെയാണ് കോടതി എന്ത് ചെയ്തിരിക്കുന്നത്, വിധിച്ചിരിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള എല്ലാ സെക്ഷനും 328 സെക്ഷനിൽ പറയുന്നു ഈ കീടനാശിനി കൊടുത്ത് എന്തെങ്കിലും പോയിസൺ കൊടുത്ത് അതിനും മാക്സിമം ശിക്ഷയാണ് എന്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 301 ആണെങ്കിൽ മാക്സിമം ശിക്ഷേനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് എന്ത് ചെയ്തിരിക്കുകയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു വകുപ്പിന് പോലും ശിക്ഷ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, കൂടാതെ പിഴയും. അപ്പം ഏറ്റവും മാക്സിമം നൽകാവുന്ന ശിക്ഷ തന്നെയാണ് കോടതി എന്ത് ചെയ്യുന്നത്, പ്രതിക്ക് നൽകിയിരിക്കുന്നത്. ഇത് പറയുമ്പോഴും ചിലർ പറയുന്നൊരു കാര്യം, അതായത് ചില മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ചില വിലയിരുത്തലുകൾ വരുന്നത് ഗ്രീഷ്മ ഒരു പെൺകുട്ടിയാണ്, അവൾ എഡ്യൂക്കേറ്റഡ് ആണ്. ഈ അറസ്റ്റിൻ്റെ സമയത്ത് അന്നത്തെ റൂറൽ SP ശില്പ അവർ തന്നെ പറയുകയുണ്ടായിരുന്നു ഷീ ഈസ് എഡ്യൂക്കേറ്റഡ്, സ്മാർട്ട് ആൻഡ് ബ്രില്യൻ്റ് എന്നൊക്കെ പോലീസ് തന്നെ സർട്ടിഫൈ ചെയ്ത ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന ഗ്രീഷ്മയുടേത്. അതൊന്നും കോടതി പരിഗണിച്ചില്ല. ഒരു രീതിയിലും ഇവർ അങ്ങേയറ്റത്തെ ശിക്ഷ തന്നെ അർഹിക്കുന്നു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കോടതി എത്തിയത് എന്തുകൊണ്ടായിരിക്കാം? അതിലിപ്പോൾ കോടതി പറയുന്ന പല കാരണങ്ങളുണ്ടാവും. കാരണം ഇതിന് വളരെ കരുതിക്കൂട്ടിയാണ് ഗ്രീഷ്മ ഈ കുറ്റകൃത്യം ചെയ്തതെന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ തെളിയിച്ചിരിക്കുന്നത്. കാരണം ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിന് ഒരു പ്രതിക്ക് വേണ്ട പ്രധാന കാരണം അതിൽ പറയുന്നത് റെയറസ്റ്റ് ഓഫ് ദി റെയറസ്റ്റ് ആവണം ആ കേസ് എന്നാണ്. ഈ കേസിൽ അത്തരത്തിലുള്ള കാര്യം കാണുന്നില്ല. പക്ഷേ കോടതി പറയുന്നത് കൃത്യമായിട്ടും ഈ പ്രതിക്ക് ആൻറ്റിസിഡൻസ് ഉണ്ട്. ആൻറ്റിസിഡൻസ് നേരത്തെ കുറ്റകൃത്യം ചെയ്തതെന്നല്ല, കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഈ പ്രതി എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ച് ആലോചിച്ച് ആദ്യം ഞാൻ ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നതാണ്, വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ അപ്പോഴും തന്നെ അവർക്ക് ക്രിമിനൽ ആൻറ്റിസിഡൻസ്, ആ ആൻറ്റിസിഡൻസ് നോക്കുമ്പോൾ വേറെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നില്ല, ആ കുറ്റവാസന അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഷാരോണിനെ വളരെ ഇഞ്ചിഞ്ചായിട്ടാണ് എന്ത് ചെയ്തത് കൊന്നിക്കുന്നതാണ് കോടതി തന്നെ പറയുന്നത്. കാരണം അവസാനത്തെ 12 ദിവസം അയാൾക്ക് ഒരു തുള്ളി വെള്ളം പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, കഴിക്കുമ്പോൾ. ഇതെല്ലാം ആർക്കറിയാമായിരുന്നു, ഗ്രീഷ്മയ്ക്ക് അറിയുന്നു. അപ്പോൾ അയാളെ സ്നേഹം നടിച്ച് വശീകരിച്ച് കൊണ്ടുപോയി കൊല്ലണമെന്നുള്ള തീവ്രമായ ആഗ്രഹം ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ അത്രത്തോളം തീവ്രമായ ആഗ്രഹത്തോടെ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ കോടതി എന്ത് ചെയ്യുന്നു, അതിന് മാക്സിമം പണിഷ്മെൻറ്റിന് എന്ത് നൽകുന്നു. പക്ഷെ അങ്ങനെ വരുമ്പോഴേക്കും ഒരു സ്ത്രീ എന്നുള്ള പരിഗണന ഒരു രീതിയിലും കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം? അതിപ്പം ഓരോ കോടതികളും സ്ത്രീ എന്ന പരിഗണിക്കണം, ആ പരിഗണന ഇവർ അർഹിക്കുന്നില്ല എന്നാണ് കോടതി തന്നെ പറയുന്നത്. കാരണം അവർ കൃത്യമായിട്ട് സ്നേഹം നടിച്ച് കൊണ്ടുപോയി എന്ത് ചെയ്യണം, അയാളുടെ ആ സ്നേഹത്തിന് മുതലെടുത്ത് അവർക്ക് സുരക്ഷിതമായി ജീവിക്കണം. അതിന് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുറച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ആ പരിഗണന നൽകണ്ടെന്ന് കോടതി തീരുമാനിച്ചിരിക്കാം. ഒരു ഇരുത്തം വന്ന ക്രിമിനലിൻ്റെ ബുദ്ധിയാണ് ഗ്രീഷ്മ പ്രയോഗിച്ചത്. അതെ, ഉറപ്പായിട്ടും. കാരണം ഇത് അത്രയും അതാണ് അവൾ ബ്രില്യൻ്റാണ്, വെൽ സ്റ്റഡീഡാണ്. അത് ഈ കേസിലും വളരെ പ്രിപ്പറേഷൻ നടത്തിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്,
എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം അതിനകത്ത് സഹായങ്ങൾ വളരെ കുറവാണ്. ഗ്രീഷ്മ തന്നെ തീരുമാനിച്ച് അതിനെ എക്സിക്യൂട്ട് ചെയ്ത്. കാരണം ഈ പോലീസിനെ തന്നെ എന്ത് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അന്വേഷണത്തെ പല പ്രാവശ്യം എന്ത് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. കാരണം ഇതെല്ലാം നേരത്തെ ആർക്കറിയാമായിരുന്നു ഗ്രീഷ്മയ്ക്ക്. ഇതെല്ലാം കോടതി പരിഗണിച്ചിരിക്കാം. മനസ്സിലായി. ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമായിട്ടാണ് കോടതി ഈ കേസിനെ കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു PG ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു കേസിൽ കൽക്കട്ടയിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു. അതിലും ഈ പറയുന്നത് പോലെ അപൂർവങ്ങളാണ് എന്നുള്ളൊരു വാദമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചെങ്കിലും കോടതി അതിലെത്തിയൊരു നിഗമനം എന്ന് പറഞ്ഞാൽ ഇതൊരു അപൂർവമായ കേസല്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ വന്നിരിക്കുന്നത് മാക്സിമം ജീവപര്യന്തമാണ്. ആ പ്രതിക്ക്, കൽക്കട്ടയിലെ PG ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന പ്രതിക്ക് ജീവപര്യന്തമാണ് കൊടുത്തിട്ടുള്ളത്. അതേ ദിവസം കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നുള്ള ഒരു വിധിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ട് കേസും തമ്മിൽ ബന്ധമില്ല, രണ്ടും രണ്ട് സ്വഭാവമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്നതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സാധ്യതയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സംശയമാണ് ചോദിക്കുന്നത്. അതായത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നൊരു കോടതി വിലയിരുത്തുന്നത് ആ കോടതിയിൽ മുൻപ് വന്ന കേസുകളുടെ പശ്ചാത്തലത്തിലാണോ, അതോ എൻറ്റയർ എന്താ പറയുക ജുഡീഷ്യൽ ഹിസ്റ്ററി എന്നുള്ള രീതിയിലായിരിക്കും സാധാരണ കോടതി നോക്കുന്നത്? ഇത് എൻറ്റയർ ജുഡീഷ്യൽ ഇന്ത്യ മൊത്തമുള്ള കേസുകളാണ് നോക്കുന്നത്. ഇപ്പം നമ്മുടെ സുപ്രീം കോടതി പല എനിക്ക് 100 കണക്കിന് കേസുകളിൽ ഇതേപോലെ കൊലപാതക കേസുകളിൽ ഈ ഈ റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റിന് പല മീനിങ് തന്നിട്ടുണ്ട്. അത് പല സുപ്രധാന കേസുകൾ. അതിൽ ഒന്ന് പ്രധാനപ്പെട്ട ഈ നടത്തുന്ന മരണം ക്രൂരവും പൈശാചികവും മനസാക്ഷി ഞെട്ടിക്കുന്നതൊക്കെ രീതിയിൽ നടക്കുന്ന കൊലപാതകങ്ങളെയാണ് അങ്ങനെ കാണണമെന്നാണ് പറയുന്നത്, റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ്. പിന്നെ പ്രതിയുടെ മുൻകാല ചരിത്രം വളരെ പ്രാധാന്യമാണ് ഇത്തരത്തിലുള്ള റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ്. പക്ഷേ ഈ കേസിൽ നോക്കുമ്പോൾ അങ്ങനെ പ്രതിക്ക് ഒരു മുൻകാല ചരിത്രമില്ല. പക്ഷേ കോടതി അതിൽ കണ്ടെത്തിയത് എന്താണ്, അവർ മുൻപേ ചെയ്തിട്ടുള്ള കുറ്റകൃത്യം അജ്യൂസ് ചലഞ്ചിൽ കൂടി കൊല്ലാൻ ശ്രമിച്ചത് അതേ ആൻറ്റിസിഡൻസ് ആയിട്ട് കാണണമെന്നാണ്. കാരണം എങ്കിൽ മാത്രമേ ഈ കോടതിക്ക് പോലും റയറസ്റ്റ് ആ മീനിങ്ങിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പം ആ പഴുതുകളെല്ലാം കൃത്യമായിട്ട് കോടതി അടച്ചുകൊണ്ടാണ് പ്രതിക്ക് എന്ത് ചെയ്തത് ഈ അതിലോട്ട് ഇത് റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ് എന്ന ഒരു മീനിങ്ങിലോട്ട് എങ്കിൽ മാത്രമല്ല ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റും. ഇനി മേൽക്കോടതികളിലോട്ട് പോകുമ്പോൾ ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിൽ മാറ്റം വരാം. അതിലോട്ട് നമുക്ക് വരാം. അതിന് മുന്നേ ഈ ഒരു കേസിൽ നെയ്യാറ്റിൻകര സെഷൻസ് കോർട്ടിലെ വാദങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീഷ്മ അല്ലെങ്കിൽ പ്രതിഭാഗം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്, ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ഒരു മകളാണ്, അവരെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനൊരു ക്രിമിനലാണ്, അറിയാണ്ട് ഒരു തെറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെ whatever it may be, എനിക്ക് ഇനിയും ഒരു അവസരം തരണം, അവരെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള വാദമൊക്കെ ഇവർ ഉന്നയിക്കുകയുണ്ടായി. അതൊക്കെ എന്തുകൊണ്ടായിരിക്കും പരിഗണിക്കപ്പെടാതെ പോയത്? അത് ഇത്രയും ക്രൂരം. കാരണം കോടതി തന്നെ കാരണം ഈ കേസുമാരെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് 100ഓളം സാക്ഷികൾ വിസ്തരിച്ചു, 250ഓളം തെളിവുകൾ ഹാജരാക്കി, 51ഓളം MOs ഹാജരാക്കി. അപ്പം എല്ലാ രീതിയിലും പഴുതടച്ചൊരു അന്വേഷണം നടത്തിയാണ് പ്രോസിക്യൂഷൻ ഈ കേസ് നടത്തിയത്. അപ്പം അതിനെ വിശദമായിട്ട് വിശകലനം നടത്തിയപ്പോൾ കോടതിക്ക് അത് അത്തരത്തിലൊരു പരിഗണന പ്രതിക്ക് കൊടുക്കേണ്ടതെന്ന് തോന്നിക്കണം. കാരണം ഇത് വളരെ 500 പേജുള്ള ഒരു വിധിന്യായമാണ്. അപ്പം വിശദമായിട്ട് പഠനം നടത്തിയാണ്, അല്ലെങ്കിൽ സാക്ഷികളെയും തെളിവുകളും വെച്ചാണ് കോടതി എന്ത് ചെയ്യും പ്രതീക്ഷിച്ചത്. അപ്പം ആ ഒരു പരിഗണന ഈ സ്ത്രീക്ക് കൊടുക്കേണ്ട, ഗ്രീഷ്മയ്ക്ക് കൊടുക്കേണ്ട എന്ന് കോടതിക്ക് തോന്നിയിരിക്കും. ഒരു രീതിയിൽ ഇവർ അർഹിക്കുന്നില്ല എന്ന് കോടതിക്ക് ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴും അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ അടുത്ത ഹയർ കോടതികൾക്കേ പറ്റത്തുള്ളൂ. ഇപ്പോഴുള്ള അഭിപ്രായത്തിൽ ഇതെന്ത് അവർക്ക് ഇത് പരിഗണിക്കേണ്ടെന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. ഇതിൽ പ്രതിഭാഗം ഉന്നയിച്ച മറ്റൊരു ആക്ഷേപം, അല്ലെങ്കിൽ അവരുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആയിരിക്കാം മേ ബി. അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം അതായത് ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ സ്വകാര്യ യാത്രകൾ നടത്തിയിട്ടുണ്ട്. അവർ തമ്മിൽ സ്വകാര്യ നിമിഷങ്ങൾ ഹോട്ടൽ റൂമിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടങ്ങളിൽ വെച്ച് പകർത്തിയ ചില ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ കാട്ടി ഇദ്ദേഹം ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു. ആ ബ്ലാക്ക്മെയിൽ ചെയ്തതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോണം പിടിച്ചു നിൽക്കാൻ വേണ്ടി തൻ്റെ മാനത്തിന് വിലയിട്ടൊരു സാഹചര്യത്തിൽ അയാൾ ഇല്ലാണ്ടാക്കേണ്ടി വന്നു എന്നുള്ളൊരു വാദമാണ് ഗ്രീഷ്മ ഉയർത്തിയത്. എന്തായിരിക്കാം അത്തരത്തിൽ എത്രമാത്രം തെളിവുകൾ പ്രതിഭ ഹാജരാക്കിയതിനെ കുറിച്ച് എനിക്ക് വിശദമായിട്ട് അറിയില്ല. ചിലപ്പോൾ അത്തരത്തിൽ അവർ ഹാജരാക്കിയിരിക്കാം. ഇതിനെ സംബന്ധിച്ചുള്ള അപ്പീലുകളിൽ മുകളിലോട്ടുള്ള കോടതികളാണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തീരുമാനിക്കുന്നത്. കാരണം എത്രത്തോളം അവരുടെ തെളിവുകൾ പ്രതിഭ ഹാജരാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പക്ഷെ അത് ഇതിനകത്ത് പരിഗണിക്കപ്പെട്ടതായി കാണുന്നില്ല. ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഒരു വിലയിരുത്തലാണ്. ഇന്നലത്തെ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയായിരുന്നു പലരുടെയും ഹോട്ട് കേക്കായിട്ട് പലരും ഡിബേറ്റിനെടുത്ത്. അപ്പോൾ അതിൽ പറയുന്ന ചില ഒരു വാദങ്ങൾ എന്ന് പറയുന്നത്, കോടതി വളരെ വൈകാരികമായിട്ടാണ് ഈ കേസിനെ സമീപിച്ചത് എന്ന് പറയുന്നു. ഒരു നിയമവിദഗ്ധൻ എന്നുള്ള രീതിയിൽ താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അത്തരത്തിലൊന്നും തോന്നുന്നു. കാരണം കോടതി ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള തെളിവുകൾ വെച്ച് മാത്രമാണ് പ്രതീക്ഷിച്ചത്. വൈകാരികമായിട്ട് പ്രവർത്തിച്ചെന്ന് പറയില്ല. അതിനെ സംബന്ധിച്ച് ഈ വിക്ടിമിൻ്റെ ബന്ധുക്കളവർ സംസാരിച്ചെന്ന് പറഞ്ഞ് കോടതി വൈകാരികമായി പെരുമാറിയൊന്നും പറയാക്കില്ല. അത് അങ്ങനെ ചെയ്തുകൂടാന്ന് ഒരിടത്തും പറയുന്നില്ല.
പറയുന്നില്ല. ഇപ്പൊ ഇത് അവസാനം വിധിന്യായം പറയുന്നതിന് മുൻപ് ഷാരോണിന്റെ അച്ഛനും അമ്മയും കാണണം, അല്ലെങ്കിൽ അവരെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തുന്നു, അവരോട് സംസാരിക്കുന്നു, നിങ്ങൾക്ക് തൃപ്തിയായോ എന്ന് ചോദിക്കുന്നു. അത്തരത്തിലൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായതായിട്ടാണ് വാർത്തകളിലൂടെ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും ഇല്ല, അത്തരത്തിൽ ഞാൻ ഓരോ ജഡ്ജും ഓരോ ഇതാണ്. കാരണം വിക്ടിമിന്റെ ബന്ധുക്കളോട് സംസാരിക്കുന്ന ഏത് നിയമത്തിലാണ് പറയുന്നത്? കോടതിക്ക് അവരോട് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് കോടതി ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി. അതിൻ്റെ ഒരു നെഗറ്റീവ് വ്യൂവിൽ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റിസ് കമൽ പാഷ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യൂ ആയിരിക്കും. മനസ്സിലായി, ചിലപ്പോൾ അങ്ങനെ കണ്ടുകൂടാന്നിടത്തും പറയുന്നില്ല. അപ്പൊ അതിൽ ഒരു വൈകാരികമായി അതിവൈകാരികമായി കണ്ടു എന്നൊന്നും പറയുന്നതിൽ കഴമ്പില്ല. അതൊന്നും കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ തൂക്കുകയറാണ് ലഭിച്ചത്. അപ്പോൾ ഷാരോണിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ തൃപ്തരാണ്, അവർ കാത്തിരുന്ന വിധിയാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ അവരുടെ അമ്മാവനിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഒരു കൂട്ടുപ്രതിയായിട്ട് ഇതിൽ ഉൾപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് 3 വർഷത്തെ ശിക്ഷയാണ് ലഭിച്ചിട്ടുള്ളത്. അത് ലഭിക്കാവുന്ന പരമാവധി ഒരു ശിക്ഷയായിട്ട് കണക്കാക്കാൻ സാധിക്കുമോ? അല്ല, അത് ആ ഒരു കാര്യത്തിൽ മാത്രം കുറച്ച് ലീനിയൻസെങ്കിലും കോടതി കൊടുത്തിട്ടുണ്ടെന്ന്. കാരണം 7 വർഷം വരെ ശിക്ഷയുള്ള കൊടുക്കാമെന്നുള്ളൊരു ശിക്ഷയിലാണ് 3 വർഷം ശിക്ഷ എന്ത് ചെയ്തത് നൽകി. കാരണം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ജയിലിൽ പോകാതെ തന്നെ പുറത്ത് ജാമ്യം എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, പുറത്ത് നിൽക്കാനും അപ്പീൽ മൂവ് ചെയ്യാനും കഴിയുന്നു. ഇതിനകത്ത് കുറച്ചെങ്കിലും ലീനിയൻസ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? അമ്മാവൻ. കാരണം അത്രത്തോളം അയാൾക്ക് ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് കോടതിക്ക് തോന്നിയത് കൊണ്ട് കൂടിയായിരിക്കാം അയാൾക്ക് 3 വർഷം ശിക്ഷ മാത്രം കൊടുത്തുകൊണ്ട് പുറത്ത്. കാരണം അപ്പോൾ ഈ 3 വർഷം ശിക്ഷ ആകുമ്പോൾ പുറത്ത് അയാൾക്ക് എന്ത് ചെയ്യാം, ജാമ്യം എടുത്ത് നിൽക്കാൻ പറ്റും. കാരണം അതിന് മുകളിലോട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ കിടന്നുകൊണ്ട് മാത്രമേ അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റൂ. ഗ്രീഷ്മയ്ക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടിയ സ്ഥിതിക്ക് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു 7 വർഷം വരെ കൊടുക്കാമായിരുന്നു. കൊടുത്തില്ല. അത് അങ്ങനെ കോടതിയുടെ മുന്നിലിരിക്കുന്ന തെളിവുകൾ കൊണ്ട് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. അത് കോടതിയുടെ ഒരു വിവേചനാധികാരമായിരിക്കും. അതെ. ഈ കേസിൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുസമൂഹത്തിന്റെ ഒരു പൊതുബോധം അല്ലെങ്കിൽ ഒരു പൊതു താല്പര്യം, ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയല്ല, പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നു ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ തന്നെ ലഭിക്കണം. പ്രായത്തിന് അതീതമായി എസ്പെഷ്യലി സ്ത്രീകൾ പോലും ചിന്തിക്കുന്നു ഗ്രീഷ്മയ്ക്ക് ഇത് തന്നെ കിട്ടണം, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് കിട്ടണം എന്ന് ചിന്തിക്കുന്നവരാണ് പൊതുവേ ഉള്ളത്. പക്ഷേ ഈ കേസ് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഒരു ജുഡീഷ്യൽ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ തൂക്കുകയർ ലഭിച്ച പല ആൾക്കാരും, ഈവൻ നമ്മുടെ ഗോവിന്ദചാമി ഉൾപ്പെടെയുള്ളവരൊക്കെ അങ്ങേയറ്റം വരെ പോയിട്ട് തൂക്കുകയറിൽ നിന്ന് ഊരി അവസാനം തടവറയിലേക്ക് വന്ന് ജീവിതം അവിടെ വെച്ച് അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പലരും ചിന്തിക്കുന്നു അല്ലെങ്കിൽ സംശയിക്കുന്നു ഗ്രീഷ്മയുടെ കാര്യത്തിൽ അത് തന്നെ സംഭവിക്കുമോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? അത്തരത്തിൽ സംഭവിക്കാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഇതിൽ നമ്മുടെ റെയറസ്റ്റ് ഓഫ് ദി റെയറസ്റ്റ് എന്ന് പറഞ്ഞ മീനിങ് നമ്മുടെ ഇപ്പോഴത്തെ കോടതി കണ്ട തെളിവുകൾ വെച്ചാണ് എന്ത് പറയുന്നത്, ഇതൊരു റെയറസ്റ്റ് ഓഫ് ദി റെയറസ്റ്റ്. ഇത് അപ്പീൽ പോകുമ്പോൾ ഇത് പരിഗണിക്കുന്ന ജഡ്ജി, ഇപ്പോൾ ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയിലും, അവർ ഈ കൂട്ടക്കൊലകളും അല്ലെങ്കിൽ മാരകമായിട്ടുള്ള മർഡറുകളും നടന്ന ഒരു കേസിനെ സംബന്ധിച്ച് അവരെ കണ്ണിൽ നോക്കുമ്പോൾ ഇതൊരിക്കലും അത്തരത്തിൽ വരാൻ, ഇതൊരു റെയറസ്റ്റ് ഓഫ് ദി റെയറസ്റ്റ് എന്ന മീനിങ്ങിൽ വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പം ഇതിൻ്റെ ഹയർ കോടതിയിലോട്ട് വരുമ്പോൾ അവർക്ക് ശിക്ഷ ഉറപ്പായിട്ടും കുറഞ്ഞു വരാനാണ് ചാൻസ്. അത് എത്രത്തോളം എന്ന് പറയാൻ ഒക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ക്യാപിറ്റൽ പണിഷ്മെന്റിൽ നിന്ന് അവർക്ക് എന്തായാലും മാറ്റം വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പൊടിയും തട്ടി പോകും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ പൊടിയും തട്ടി പോകാനൊന്നും പറ്റില്ല. അവർക്ക് കിട്ടുന്ന ശിക്ഷയിൽ ഇളവുകൾ ഈ റെയറസ്റ്റ് ഓഫ് ദി റെയറസ്റ്റ് എന്ന മീനിങ് നിന്ന് ഈ കേസ് മാറുമായിരിക്കും. അത്രത്തോളം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജീവപര്യന്തമായിട്ട് മാറിയേക്കാം. അങ്ങനെയാണെങ്കിൽ ജീവപര്യന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൽ ഡെത്ത് എന്ന് തന്നെയാണല്ലോ ഇപ്പോഴും നിർവചനം. അല്ല, അതിന് നിർവചനം അങ്ങനെ പറയുന്നെങ്കിലും നമ്മൾ സർക്കാരിൻ്റെ തീരുമാനങ്ങളുണ്ട്, ഇതിന് പ്രതിയുടെ ജയിലിലെ പെരുമാറ്റങ്ങളുണ്ട്. അതിനനുസരിച്ച് ശിക്ഷാ കാലാവധി ഇളവ് ലഭിച്ചേക്കാം. അത് ജീവിതകാലം വരെ ആവണമെന്നില്ല, 10 വർഷമാവും 15 വർഷമാവും. മനസ്സിലായി, അത് പിന്നീട് ഉള്ള സർക്കാരിന്റെ തീരുമാനങ്ങളാവാം. ഇപ്പോൾ എന്തായാലും കോടതി തൂക്കുകയറാണ് ഗ്രീഷ്മയ്ക്ക് വിധിച്ചിരിക്കുന്നത്. അതിന് ഇനി കുറച്ച് ടെക്നിക്കൽ മാറ്റേഴ്സാണ് ഹൈക്കോടതി നിന്ന് പേപ്പർ വർക്ക് പൂർത്തിയാകേണ്ടത്. പക്ഷേ ഇത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഇവർ ജയിലിലായി കഴിഞ്ഞു ഓൾറെഡി. ഇനി അടുത്ത ഗ്രീഷ്മയുടെ നടപടി എന്ന് പറയുന്നത് അപ്പീൽ പോവുക എന്നുള്ളതായിരിക്കും. അതെ. അപ്പീൽ പോയി കഴിയുമ്പോൾ കുറഞ്ഞ പക്ഷം കുറച്ച് ദിവസങ്ങൾക്കകം ഗ്രീഷ്മയ്ക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ലേ? ഇല്ലില്ല, അതും ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി കോർട്ട് എന്നാണ്. കാരണം ഇത്രയും ഒരു വധശിക്ഷ കിട്ടിയ പ്രതിയുടെ അപ്പീൽ കോടതിയിൽ സ്വീകരിക്കുന്നതിന് പീരീഡ്സും, കാരണം എമർജൻസി ആയിട്ടൊന്നും പരിഗണിക്കാവുന്ന ഒരു കേസല്ല ഇത്. കോടതികൾ ഒരു സാധാരണ രീതിയിലുള്ള ഒരു കേസ് കൂടിയല്ലോ. ഒരു ഡെത്ത് പണിഷ്മെന്റ് കിട്ടുന്ന കേസിൽ ഉയർന്ന കോടതികൾ, ഹൈക്കോടതികളും സുപ്രീം കോടതിയിലും ഈ ഹർജികൾ പരിഗണിക്കാനുള്ള സമയങ്ങൾ നമ്മൾ പെട്ടെന്ന് കൊണ്ടുവന്ന് ഫയൽ ചെയ്യുന്ന പെറ്റീഷൻസിനൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വിധി വരണമെന്നും ഇല്ല. അപ്പോഴേക്കും അതുകൊണ്ട് മിക്കവാറൊക്കെ ഇത് കുറച്ച് സമയം എടുക്കും. ഈ സ്റ്റേ കിട്ടാൻ സാധ്യത എന്തെങ്കിലും ഉണ്ടോ? ഈ ക്യാപിറ്റൽ പണിഷ്മെന്റിന് ഒരു സ്റ്റേ കിട്ടാൻ സാധ്യതയുണ്ടോ? അതിന് എന്നാൽ വളരെ ചാൻസ് കുറവ്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ചാൻസ് ഇപ്പം കുറവാണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അമ്മാവന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്മാവന് പ്രായമൊക്കെ വെച്ചിട്ടൊരു പരിഗണന ലഭിച്ചുകൂടെ? കാരണം ഒരുപക്ഷെ ജാമ്യം കിട്ടിയാൽ അദ്ദേഹത്തിന് പുറത്ത് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാനുള്ള അദ്ദേഹം പുറത്ത് തന്നെയാണ് നിൽക്കുന്നല്ലോ. ഇപ്പം അദ്ദേഹം പുറത്ത് ജാമ്യം ഇപ്പം തന്നെ പുറത്ത് നിന്നിട്ടാണ് അപ്പീൽ ഫയൽ ചെയ്യും. കാരണം 3 വർഷം തടവായതുകൊണ്ട് പുറത്ത് നിൽക്കുക. ഉറപ്പായിട്ടും അയാൾക്ക് ചിലപ്പോൾ പുറത്തെ വിടാനും ചാൻസ് കൂടുതലാണ്. കാരണം അയാൾക്ക് ഇൻവോൾവ്മെന്റ് വളരെ കുറവായതുകൊണ്ട്
ഭാവിയിൽ അയാൾ ചിലപ്പോൾ അപ്പീലിൽ അനുകൂലമായിട്ട് വന്നേക്കാം. മനസ്സിലായി. ഇപ്പോൾ ഇതിൽ ഗ്രീഷ്മയുടെ ഒരു കേസിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇനിയിപ്പോൾ ജയിലിനകത്ത് തന്നെ കിടന്നിട്ട് ഒരു എന്താ പറയുക അവസാനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയത്തില്ല. നേരത്തെ നമ്മൾ ഈ ഒരു വാദം നടന്നൊരു സമയത്ത് ഗ്രീഷ്മ ഉന്നയിച്ചൊരു കാര്യം, അതായത് താൻ പ്രായത്തിൽ വളരെ പിന്നിലാണ്, മീൻസ് എനിക്കിനി ഒരുപാട് ജീവിതം മുന്നോട്ടുണ്ട്, എൻ്റെ ഭാവി തകർക്കരുത് എന്നുള്ളൊരു വാദമാണ് കോടതിയിൽ ഗ്രീഷ്മ ഉന്നയിച്ചത്. പക്ഷേ അത് നിരാകരിക്കപ്പെട്ടു. പക്ഷേ ഇനിയിപ്പോൾ അപ്പീൽ വേളയിലോട്ട് പോകുമ്പോൾ ഗ്രീഷ്മയ്ക്ക് ഇതേ പ്രായം തിരിച്ചടിയാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ജയിലിൽ നിന്ന് ഊരി വരാനായിട്ട് കാണുന്ന ഒരു കാര്യം അമ്മയുടെ അച്ഛൻ്റെ ചികിത്സ, അല്ലെങ്കിൽ പ്രായം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും സാധാരണ പുറത്തു വരാൻ അനുകൂലമായി വന്നേക്കാവുന്ന കാര്യങ്ങൾ. പക്ഷേ ഇവിടെ ഗ്രീഷ്മയ്ക്ക് ഇതെല്ലാം തിരിച്ചടിയാവത്തില്ലേ? അല്ല, അത് നമ്മൾ ഉയർന്ന കോടതികൾ പരിഗണിക്കേണ്ട പ്രധാന വിഷയങ്ങൾ. അതൊക്കെ ഇപ്പോഴും നമ്മൾ ഉയർന്ന കോടതികളിൽ ഇതൊക്കെ ഈ പറഞ്ഞ കണ്ടീഷനുകളെല്ലാം പരിഗണിച്ചേക്കാം. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, ഭാവി, അച്ഛനമ്മയും നോക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഇനി ഉയർന്ന കോടതികളിൽ വരുമ്പോൾ കോടതികൾ എന്ത് ചെയ്യാം, പരിഗണിച്ചേക്കാം. ഈ ശിക്ഷ ഞാൻ പറയുന്നത് ഈ വധശിക്ഷയിൽ നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഊരി വന്നേക്കാം, ഇളവ്. കാരണം ഇത് വളരെ കൃത്യതയോടെ അന്വേഷണം നടത്തി പ്രോസിക്യൂഷൻ നടത്തിയ ഒരു കേസാണ്. അപ്പം അത്രത്തോളം അതിൽ നിന്ന് വിട്ടുപോകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ശിക്ഷാ ഇളവുണ്ടായേക്കാം. ഏതായാലും ഗ്രീഷ്മയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് കോടതിയാണ്. ഇനി അടുത്ത വിധി എന്താണെന്നുള്ളതും കോടതിയാണ് തീരുമാനിക്കുന്നത്. നമുക്ക് നോക്കാം കോടതിയുടെ തീരുമാനം എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ചർച്ചകളാണ്. നന്ദി.